ഡൊണാൾഡ് ട്രംപിനെ ഒരാൾ വെടിവെച്ച് കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു 20 വയസ്സുള്ള പയ്യൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അമേരിക്കയുടെ സീക്രട്ട് സർവീസിന്റെ ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇത് വന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ നമ്മളൊക്കെ മണ്ടന്മാരായിരിക്കണം. അപ്പൊ ആരായിരിക്കും ശരിക്കും ഇതിന്റെ പിന്നിൽ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്ത് പ്രശ്നം വന്നാലും ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 1960s ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അതായത് സൗത്ത് അമേരിക്കയിലുള്ള ക്യൂബയിൽ റഷ്യൻ ഇൻഫ്ലുവൻസ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്ന കോൾഡ് വാർ എസ്കലേറ്റ് ചെയ്തിട്ട് ഒരു മൂന്നാമത്തെ ഒരു വേൾഡ് വാർ ഇപ്പൊ നടക്കും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള JFK ജോൺ എഫ് കെന്നഡി ഇടപെട്ടിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ഇത് ചെയ്തത് അമേരിക്കയുടെ തന്നെ CIA അഡ്വൈസിന്റെ എതിരെയായിരുന്നു. CIA പറഞ്ഞതൊന്നും അന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചു? JFK എങ്ങനെ മരിച്ചെന്ന് അറിയാലോ. ഇതേപോലെ ഒരാൾ ഒറ്റയ്ക്ക് വന്ന് വെടിവെച്ച് കൊന്നു അമേരിക്കൻ പ്രസിഡന്റിനെ എന്നാണ് അന്ന് അവര് പറഞ്ഞത്. അപ്പൊ അന്ന് നടന്ന ആ ഒരു കാര്യം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ട്രംപ് വളരെ വോക്കലായിട്ട് തന്നെ എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ യുക്രൈൻ റഷ്യ വാർ ഉണ്ടല്ലോ അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇടപെട്ട് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അമേരിക്ക ഇപ്പോൾ യുക്രൈന് ഒരുപാട് വെപ്പൺസും പൈസ ആയിട്ടും കുറെ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ നിർത്തുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുന്നുണ്ടോ? എന്തിനായിരിക്കും എപ്പോഴും യുദ്ധം നിർത്താൻ പോകുന്ന ആൾക്കാരെ തേടി പിടിച്ച് ഇവർ കൊല്ലാനും ഇല്ലാതാക്കാനൊക്കെ നോക്കുന്നത്? ആരായിരിക്കും ഇവരുടെയൊക്കെ പിന്നിൽ? അതറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പാർട്ടിയാണ് ആ വീഡിയോന്റെ